நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മോന് കൊടുത്തായിരുന്നോ? ഇല്ല, ആദ്യം പാല് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവൻ മരുന്നിന്റെ കയ്പ് കാരണം പാല് കുടിക്കില്ല. എന്റെടെ ഓ ഇല്ലില്ല, കരയില്ലേ. ധനേട്ടാ, നമ്മള് കല്യാണത്തിന് പോകുന്നത് ടാക്സിയിലാ? നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാം വസന്തി. പിന്നെ ഇതേതാ വണ്ടി? ധനേട്ടാ, നമുക്ക് അച്ഛനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ധനേട്ടൻ അതുവഴി കമ്പനിയിലേക്ക് പോയാൽ മതി. അയ്യോ, ഞാനും വാസനയും കൂടി ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാണല്ലോ ശബരി. കല്യാണത്തിനോ? അപ്പോ ധനേട്ടനെന്ന് അവധി എടുത്തോ? ഏയ്, അവധിയൊന്നും എടുത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്ന് ആ മാനേജർ വൈനോട് പറഞ്ഞിരുന്നു. എടാ മോനെ, അത് നമ്മുടെ കമ്പനിയല്ലേ, അവിടെ ധനേട്ടൻ ലീവൊക്കെ എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതല്ലേ ചേച്ചി, ധനേട്ടൻ ചെയ്യേണ്ട ജോലി മറ്റൊരാളെ ഏൽപ്പിക്കണ്ടേ? മാത്രമല്ല, അച്ഛനെ ഡോക്ടറെ കാണിക്കാതെ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല. ഓ വാ 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 വാ. ദയേ, നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ്. നമുക്ക് അച്ഛനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ഇവിടെ മോന് വയ്യാത്തതിന്റെ ടെൻഷനിലിരിക്കോ? അതൊന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്കാർക്കും സമയമില്ലല്ലോ. മോന് ചെറിയൊരു ജലദോഷമല്ലേ ദയേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോന്ന് ഡോക്ടറെ കാണിച്ചാലല്ലേ അറിയൂ. സംസാരിച്ചു തുടങ്ങാത്ത കുഞ്ഞിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എങ്കി നീ മോനെയും കൊണ്ട് ശബരിയോടൊപ്പം ചെല്ല്. അച്ഛനെ ഡോക്ടറെ കാണിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞിനെയും കാണിക്കാലോ. അങ്ങനെ എന്റെ മോൻ ആരുടെ ഓരം ചാരി പോകേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചു കുഞ്ഞ ഇത്. ശബരിയേട്ടന്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് സമയമുണ്ടെങ്കിൽ മോനെ ഏതെങ്കിലും നല്ല ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാം. അതുവരെ മോന് നേരത്തെ കൊടുത്തോണ്ടിരുന്ന മരുന്ന് തന്നെ കൊടുക്കാം. അല്ല ശബരി, എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബന്ധുവിന്റെ കല്യാണമായി പോയി. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. കരയല്ലേ? ഓ കരയല്ല. പിന്നെ ധനേട്ടൻ കല്യാണത്തിന് പൊയ്ക്കോ, ഞാൻ ഇവരോടൊപ്പം ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാം. എന്തിനാ ശബരി? കല്യാണത്തിന് പോകാനൊരുങ്ങിയവര് കല്യാണത്തിന് പോട്ടെ. നീ ഒരൊറ്റ ആള് പോരെ എന്റെ കാര്യങ്ങൾ നോക്കാൻ? അതല്ല അച്ഛാ, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നാ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? ചെക്കപ്പ് കഴിയാൻ ചിലപ്പോ അന്നത്തേക്കാളും സമയമെടുക്കും. ഞാൻ വന്നാ മതി ശബരി. വീട്ടിലിനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ കൂടി വരാം. എന്നാ പിന്നെ അനിത വരട്ടെ ശബരി. ദയുണ്ടല്ലോ അവിടെ. എന്നാ ഏട്ടത്തി പെട്ടെന്നൊന്ന് റെഡിയാവ്. റെഡിയാവാനൊന്നുമില്ല, ഈ ഡ്രസ്സൊക്കെ പോരെ. അത് മതി, നീയും കൂടെ ചെല്ലണിത്തെ. വാച്ച ഓ കരയല്ലേ? എന്തുവാടേ? അതെ, നീ അങ്ങനെ അങ്ങ് കേറിപ്പോയാൽ എങ്ങനെ? അതെ, ഞങ്ങൾ ഇറങ്ങുക. ഈ വാതിലടക്കണ്ടേ? വാതനേട്ടാ, പോവാ നമുക്ക്. ഇത് ഇന്ദ്രന് ആദ്യമേ ആവശ്യപ്പെടായിരുന്നല്ലോ. വെറുതെ ഒരു മാസം കൊണ്ട് 1.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നില്ലേ?
അതെ, ഈ മാസം മുതൽ അത് 3 ലക്ഷം രവി. കൊള്ളപ്പലിശയെന്നും കഴുത്തർപ്പം പലിശയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. സച്ചി സാറ് പണക്കാരനായത് ഇതുപോലെ മനുഷ്യരുടെ ചോര ഊറ്റി കുടിച്ചിട്ടാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആ അങ്ങനെ ഉണ്ടാക്കിയ പണമൊന്നും നല്ല രീതിക്ക് അനുഭവിക്കാൻ കഴിയില്ല ആന്റി. പറയാണേ വരും തലമുറയ്ക്ക് അതിന്റെ ശാപം. ഹാ, അങ്ങേരുടെ മക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഉറപ്പാ. മതി അമ്മേ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ഒരിക്കൽ രവി അമ്മയുടെ സർജറിക്ക് പണം തികയാതെ ബുദ്ധിമുട്ടിയപ്പോഴാണല്ലോ ട്രാവൽസിലെ കളക്ഷൻ എടുത്ത് മാറ്റിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് രവിക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കാണില്ല എന്നാ. ഫിക്സഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ദിര, അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയി എടുക്കാൻ കഴിയില്ലല്ലോ. കാലാവധി കഴിയാതെ FD പൊട്ടിച്ച വലിയ നഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ബാങ്കിൽ നിന്നൊക്കെ എന്ത് ഇൻട്രസ്റ്റ് കിട്ടാന്? പിന്നെ ഒരു സേഫ്റ്റി ഉണ്ട്. രവിയേട്ടന്റെ കയ്യിലുള്ള കാശ് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന വേറൊരു ബാങ്കിലേക്ക് ഇടാനുള്ള തീരുമാനത്തിലായിരുന്നു. ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു വെച്ച കാശ. സത്യം പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇനിയിപ്പോ ഹർഷയുടെ ഡെലിവറി കഴിഞ്ഞ് ദുബായിക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് തന്നെ അങ്ങ് പോവും. ആ, അത് നല്ലതാ. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രവിക്ക് പ്രവാസ ജീവിതം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനാവും യോഗം. അവിടെ നിന്നുണ്ടാക്കിയ പണം ഇവിടെ ബിസിനസ്സിൽ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ വന്നതോടെ നാട്ടിലെ പല ബിസിനസ്സുകാരും ബുദ്ധിമുട്ടിലായി. എല്ലാം ഓർക്കുമ്പോ ഇവിടെ വിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇന്ദ്രന് ഇന്ന് തന്നെ പണം വേണമല്ലോ അല്ലേ? ഇന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ മാസത്തെ ഇൻട്രസ്റ്റ് ഒഴിവാക്കി കിട്ടും. എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചില്ലേ രവിയേട്ട? ഇന്ന് തന്നെ കൊടുത്താ ഇന്ദ്രനത് കൂടുതൽ സഹായമാവും. പക്ഷെ അതല്ല ഹർഷ, ഇത്രയും ക്യാഷ് ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ ചിലപ്പോ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല നിന്റെ ചെക്കപ്പിന് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുമല്ലോ ഇന്ന്. അല്ല, അത് കുഴപ്പമില്ല രവി. ഹർഷയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം. അതിനി വേറെ ടാക്സി വിളിക്കേണ്ടി വരില്ലേ? ഹർഷ ഇനി ഓട്ടോയിലൊന്നും യാത്ര ചെയ്യിക്കാൻ പറ്റില്ല. ഈ രവിയേട്ടന്റെ ഒരു കാര്യം, എന്നെ ഓട്ടോയിൽ പോകാനും സമ്മതിക്കില്ല, എന്നെ ഡ്രൈവ് ചെയ്യാനും സമ്മതിക്കില്ല. രവിയേട്ടാ, ഞാനും ആന്റിയും കൂടെ നമ്മുടെ കാറെടുത്ത് പൊക്കോളാം രവിയേട്ടാ. എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ രവിയേട്ടാ? നീ വണ്ടിയായിട്ട് പോയാ പിന്നെ ബാങ്കിലേക്ക് ഞാൻ എങ്ങനെ പോകും ഹർഷ? രവിയെ ഞാൻ എന്റെ ബൈക്കിൽ കൊണ്ടുപോവാം. അപ്പോ ഇന്ദ്രന് ഷോപ്പിലേക്ക് പോണ്ടേ? ആ, അത് കുഴപ്പമില്ല. ഇതിപ്പോ എന്റെ ആവശ്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രൻ കാറിൽ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വയ്ക്കോ? ഹർഷ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് റിസ്ക് ആണ് ഇന്ദ്ര. എനിക്കാണെങ്കിൽ അതൊക്കെ വലിയ ടെൻഷനാ. സൂക്ഷിച്ച ദുഃഖിക്കണ്ടല്ലോ. എങ്കിൽ ഇന്ദ്രന്റെ ബൈക്കുമായിട്ട് ഞാൻ ബാങ്കിലേക്ക് പോയിക്കോളാം. അതാ നല്ലത്. ആ, രവിയുടെ ഇഷ്ടം. ഞാൻ എന്തിനും റെഡി. എന്നാ പിന്നെ വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്കാം. ശരി രവിയേട്ടാ. ചായ കുടിക്കുന്നില്ല? $2 ലക്ഷം വിനയന് തരാന്നല്ലേ അവര് സമ്മതിച്ചത്? 2 ലക്ഷം അഡ്വാൻസ്. ഇതുകൊണ്ടൊക്കെ എന്താവാനാ? ആസിഫിനെയും ജീവനെയും ജയിലിൽ നിന്ന് ഇറക്കിയ എനിക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള വക അവർ തരണ്ടേ? കേസ് തെളിഞ്ഞ 7 വർഷം വരെ അകത്ത് കിടക്കാനുള്ള വകുപ്പ് അവരുടേത്. 2 ചെറുപ്പക്കാരുടെ 7 വർഷം പോവാന്ന് പറഞ്ഞ ആൻമരിയൊന്നും ആലോചിച്ച് നോക്ക്. ശരി, നിങ്ങൾ തമ്മിലുള്ള സീനൊന്നും എനിക്കറിയില്ല. ഈ ക്യാഷ് തരാൻ പറഞ്ഞു, ഞാൻ തന്നു. ഇനി നിങ്ങളും എന്തെങ്കിലും വർക്കിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് ആ വീഡിയോ റെഡിയാവണം. ഓക്കെ, പിന്നെ ഞാൻ ആ വർക്കിലേക്ക് കടക്കാൻ പോവാ. അത് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് ചില കളികൾ തുടങ്ങാൻ.